രോഗപീഠകളും ചികിത്സാ പിഴവും ദുരിതത്തിലാക്കിയ മധ്യവയസ്കന് സഹായഹസ്തവുമായി കാണക്കാരി കൃപ ചാരിറ്റബിൾ സൊസൈറ്റി. മൂത്രാശയ സംബന്ധമായ അസുഖവുമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ശേഷം ഗുരുതരാവസ്ഥയിലായ 59-കാരനായ ബിജു മലയാറ്റിലാണ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വരൂപിച്ച ചികിത്സാ സഹായം കൈമാറിയത്. സൊസൈറ്റി സമാഹരിച്ച 1.5 ലക്ഷം രൂപയുടെ ചെക്കും പാസ്ബുക്കും കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കലിഞ്ഞാലി കൈമാറി. ഇനിയിപ്പം നിങ്ങൾ ഒരു 500 രൂപ വെച്ചാണ് അല്ലേ മാസം, എല്ലാ മാസവും. അപ്പം ഞാൻ ഈ 5 വർഷം പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്ന ജീവിച്ചിരിക്കുമെങ്കിൽ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ മാസം 500 രൂപ ഞാനിവിടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഇത്രയും നല്ലൊരു എല്ലാ മാസവും അത് ഞാൻ എങ്ങനെയെങ്കിലും സാറിനെ എത്തിച്ചോളാം. അത് എന്നുള്ള അടുത്ത അല്ല ഞാൻ ഏൽപ്പിച്ചോളാം. അത് ഞാനത് പ്രത്യേകം. പിന്നെ അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കൃപയ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഞാനൊരു ഓഫർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപാട് ചാരിറ്റബിൾ സൊസൈറ്റിയിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് പറയാൻ തോന്നിയിട്ടുമില്ല, ഞാനത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കൃപ ചാരിറ്റബിൾ സൊസൈറ്റി വന്ന് ഇവിടുത്തെ അംഗങ്ങളും ഇവിടുത്തെ ഈ ഇതുപോലുള്ള ഈ സാർമാരൊക്കെ എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ടതിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതിനകത്ത് 100% വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളതൊരു നല്ല, അതുപോലെ തന്നെ ആ ട്രാഫിക് സിഗ്നലൊക്കെ ചെയ്തെന്നൊക്കെ പറയുമ്പോഴത്തേനും, അതുപോലെ തന്നെ പിന്നെ ഞാൻ മുന്നോട്ട് പറഞ്ഞ വെച്ചാൽ ഈ കണക്കാരി പഞ്ചായത്തിൻ്റെ, അതായത് നമ്മുടെ രാഷ്ട്രീയ ജാതിപത ഭേദമന്യേ ഈ പഞ്ചായത്തിൻ്റെ ഓരോ വ്യക്തികൾക്കും വേണ്ടി, അതുപോലെ തന്നെ വരും തലമുറകൾക്കും വേണ്ടി നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി നമ്മൾ ചികിത്സാ സഹായം അല്ലാതെ അതിലുപരി എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമ്മുടെ നമുക്ക് എല്ലാ പ്രദേശത്തും നമുക്ക് മെമ്പർമാർക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റി ചിലപ്പോൾ നമുക്ക് ഒരുപാട് അർഹതയുള്ളവർ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നവരുടെ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക, പഞ്ചായത്തിനെ അറിയിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു പ്രവർത്തനങ്ങളോട് കൂടി മുന്നോട്ട് വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സൊസൈറ്റി ചെറിയ ഒരു കാര്യം മാത്രം ചെയ്തിട്ടുള്ളൂ. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ സഹായനിധി രൂപീകരിക്കുകയും അതിനുവേണ്ടി ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് 2-3 ആഴ്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച തുക കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ആദ്യം മുതലേ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടുന്നതിന് മുമ്പ് പറ്റുന്നത് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളത്. കഴിയുന്നതും നമ്മൾ ആരെയും ബുദ്ധിമുട്ടിച്ച് ഒരു സഹായനിധി ഉണ്ടാക്കുന്നതിനോട് യാതൊരു അനുഭാവവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. നമ്മൾ സാധാരണഗതിയിൽ പലരോടും നല്ല അനുഭാവമുള്ള ആൾക്കാരെ പോയി കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചെന്നാൽ പണമായിട്ട് വാങ്ങുന്നതിനോട് പോലും ഞാൻ യോജിക്കുന്ന ആളല്ല. പറ്റുമെങ്കിൽ ഒരു വീൽ ചെയർ ആരുടെയെങ്കിലും വാങ്ങിത്തരാമോ എന്ന് ചോദിച്ച് തരുവാണെങ്കിൽ അവർ തന്നെ വാങ്ങി തന്നോട്ടെ, അത് നമുക്ക് കൊണ്ടു കൊടുക്കാം. കൃപ ചാരിറ്റബിൾ സൊസൈറ്റി സഹായനിധി വിതരണ യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഡൊമിനിക് പാലേട്ട അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ ശ്യാമളകുമാരി, രക്ഷാധികാരി ഡോക്ടർ എം എൻ വിജയൻ, സെക്രട്ടറി ഗോപിനാഥൻ, ഖജാൻജി സജി കണക്കാരി തുടങ്ങിയവർ പങ്കെടുത്തു.